ബിഗ് ബോസ് സീസൺ 7 ആദിലെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാരണം ഈ ഒരാഴ്ചയായിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടാവും. അനീഷിന്റെ പിറകെ തന്നെയാണ് ആദില. എന്താന്ന് അറിഞ്ഞൂടാ, ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ടോം ആൻഡ് ജെറി ആയിട്ടോ അല്ല തോന്നുന്നത്. അവളുടെ അഹങ്കാരം മൂത്ത് നടക്കുകയാണ്. കാരണം അന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ കയറ്റും എന്ന് ലക്ഷ്മി പറഞ്ഞതിന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. അതിനുശേഷം പിന്നെ അതുപോലെ വൈൽഡ് കാർഡ് വന്നിട്ട് റിയാസും ശോഭയും എല്ലാം നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വല്ലാതെ അഹങ്കാരം കൂടിയുണ്ട്. അതായത് അനീഷ് ഒന്നുമല്ല, അനീഷ് എന്തോ ആണ്, ഒരു പുറമ്പോക്കുന്ന് വന്ന ഒരാളാണ്, അനീഷിന് ഒരു സപ്പോർട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ ആണ് ആദിലയുടെ വിചാരം. അതുകൊണ്ടായിരിക്കാം എന്ത് പറഞ്ഞാലും അനീഷിന്റെ മേലെ തട്ടിക്കയറുന്നത്. കാരണം അയാൾ ഒരു വൃത്തികെട്ട വാക്കോ അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിലുള്ള ഒരു നോട്ടവും കൂടി അദ്ദേഹം ചെയ്യാറില്ല. നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അയാളുടെ ആ ക്യാരക്ടറാണ്. അതിൽ അനീഷ് 100% മാർക്ക് വാങ്ങിച്ച ഒരാളാണ്. അത് നമ്മൾ ഇത്രയും 50 ദിവസം കഴിഞ്ഞു. ഇത്രയും ദിവസം അദ്ദേഹത്തിന്റെ വാക്കുന്ന് സംസാരത്തിന്ന് ഒരു വൃത്തികെട്ട വാക്കോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ അക്ബറിനും ഷാനവാസിനെ ഒന്നും ട്രിഗർ ചെയ്യാൻ പോവാത്തത് എന്താ? അവരൊക്കെ നല്ല പച്ച തെറി വിളിക്കുന്ന അറിയാം അവൾക്ക്. പക്ഷെ ഇദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അതാണ് പറയണത് കുടുംബ മഹിമ എന്ന് പറയണത്. ഇതില്ലാതെ പോയത് ആണ് ഇവളുടെയൊക്കെ പ്രശ്നം. ലക്ഷ്മി പറഞ്ഞതിൽ 101% യോജിക്കുന്നു. വീട്ടിലല്ല, ആ ഏരിയയിലും അല്ല, ആ നാട്ടിലേ കയറ്റാൻ പറ്റില്ല എന്ന് അവൾ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പേരെ കമന്റ് വരാനോ എന്തിനെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഞാനും ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന ഈ അഹങ്കാരത്തിനുണ്ടല്ലോ, ഇതിനെ ഒന്ന് തളച്ച് കെട്ടാൻ ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസോ വിചാരിക്കണം. കാരണം അനീഷ് എന്തോ ആണ്, അനീഷിന് ഒരു സപ്പോർട്ടും ഇല്ല. അതോ ഇനിയിപ്പോ റിയാസ് വന്ന് പറഞ്ഞു കൊടുത്തതാണോ അനീഷിന് നല്ല സപ്പോർട്ടാണ്, അനീഷിനെ ട്രിഗർ ചെയ്തോ, അനീഷിനെ ഡൗൺ ആക്കിക്കോ, അങ്ങനെയാവാ വേണമെങ്കിൽ. പക്ഷെ ഇത് വല്ലാതെ ട്രിഗർ ആയിട്ടല്ല തോന്നുന്നത്. ഇത് വല്ലാതെ അതിൽക്കും മേലെ എന്തോ ഒരു വൃത്തികെട്ട ഗെയിമാണത്. നൂറും ഗെയിം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നൂറ് ചെയ്യുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇറിറ്റേറ്റ് ആയി തോന്നുന്നില്ല. പക്ഷെ ഇന്നലത്തെ പ്രോമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രോമോ മാത്രമല്ല, അതിന് മുമ്പുള്ള ദിവസങ്ങളിലും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓപ്പൺ നോമിനേഷൻ ചെയ്തുല്ലോ, അപ്പൊ അതില് ആദിലെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അനീഷ് ട്രിഗർ ചെയ്യാൻ പോകണ്ടോ? അതാണ് ആദിലും അനീഷും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ കുട്ടിയെ ഈ പ്രാവശ്യം ലാലേട്ടൻ വന്ന് ഒതുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പ്രേക്ഷകർ വിചാരിച്ചാൽ നടക്കും. എന്നാലാണ് അവൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഈ ചെയ്തതെല്ലാം തെറ്റാണെന്ന്. എനിക്ക് തോന്നണില്ല തെറ്റാവുന്നു. ഇന്നത്തെ പ്രോമോ കണ്ടിട്ടുണ്ട്. അനീഷ് എന്താണ് ആദിലെ വിളിക്കുന്നുണ്ട്. ആദിലും അനു ബിൻസിയും കൂടെ ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ പാത്രം തേക്കാൻ വരുണ്ടോ എന്ന് ആദിലോട് ചോദിക്കുന്നുണ്ട്. താൻ തന്റെ തരത്ത് പോയി കളിക്കണോ പറയുന്നുണ്ട്. ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അനീഷിന്റെ തരത്തിൽപ്പെട്ടതല്ല അവളെന്ന്. അവള് ആ ഉദ്ദേശത്തോടെ അല്ല പറഞ്ഞെന്നുണ്ടെങ്കിലും പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം അവളുടെ തരത്തിൽ പറ്റിയത് ആ റിയാസ് അതുപോലെയുള്ള ആൾക്കാരൊക്കെയാണ്. ഈ അനീഷിന്റെ തരത്തിൽ ഒരിക്കലും അവള് പെടില്ല. അത് നല്ലൊരു കാര്യം, തരത്ത് പോയി കളിക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് താൻ പോടോ, എന്താ അതൊരു മര്യാദയാണോ? ആ ലക്ഷ്മി പറഞ്ഞത് എൻ്റെ ഭഗവാനെ, ഇപ്പോഴാണ് എല്ലാ മലയാളികൾക്കും റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. അന്ന് ലക്ഷ്മിയോട് ദേഷ്യം തോന്നിയതായിരുന്നു. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അവള് എല്ലാം മുൻകൂട്ടി കണ്ടു പറഞ്ഞതാന്ന്. സത്യം. ലക്ഷ്മി, ബിഗ് സല്യൂട്ട് ലക്ഷ്മിക്ക് എൻ്റെ വോട്ട് ലക്ഷ്മിക്ക്. എന്നിട്ട് അവൾ എണീറ്റ് വന്നിട്ട് അവന്റെ വിരിച്ചിട്ട ബെഡ്ഷീറ്റ്, പില്ലോ എല്ലാം വലിച്ചെറിയുന്നുണ്ട്. ഇവൾക്ക് എന്തും നടക്കാം. ഈ അഹങ്കാരിയുടെ കാലിൽ ഒരു ചങ്ങല ഇട്ടില്ല പറഞ്ഞാൽ ശരിയാവില്ല. ഇതിനെന്തോ മാനസിക രോഗോ എന്തോ ആണ്. സത്യം പറഞ്ഞ മാനസിക രോഗം എന്തിന്റെ മാനസിക രോഗാന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തോ അവൾക്ക് അവിടെ പറ്റണില്ല. അത് എന്താണ് പച്ചയായിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ എന്തോ അവൾക്ക് അത് കേറിയിരിക്കുകയാണ് തലയ്ക്ക്. അതിന്റെ ദേഷ്യം മുഴുവൻ കാണിക്കുന്നത് അനീഷിനോടും. അത് പോട്ടെ.
അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ വന്നിട്ട് താൻ മാറടോ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ആ കിച്ചന്റെ സിങ്കിലുള്ള വെള്ളത്തേക്ക് എന്താണ് വലിയൊരു വെസലിടുന്നുണ്ട്. പ്ലേറ്റ് സ്പൂണ് താഴെ വീഴുന്നുണ്ട്. ആ വെസലത്തെ വെള്ളം മുഴുവൻ അവന്റെ മുഖത്തേക്ക് തെറിക്കുന്നുണ്ട് അനീഷിന്റെ. പിന്നെ കയ്യത്തെ വെള്ളം അനീഷിന്റെ മുഖത്തേക്ക് കുടയുണ്ട്. എന്താണ് കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയില്ല. ലാലേട്ടൻ ഇതിന് എന്തായാലും നല്ലൊരു ചോദ്യം ചോദിക്കേണ്ടതാണ്. കാരണം വല്ലാതെ അഹങ്കരിക്കുന്നുണ്ട്. ഈ അഹങ്കാരം അവൾക്ക് വീട്ടിൽ കൊണ്ടിരുത്താനാണെന്ന് നമുക്കറിയാം. നമ്മൾ പറയല്ലോ വിനാശകാലെ വിപരീത ബുദ്ധിന്ന്. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. ഇതിനു മുമ്പ് ആ ബോട്ടിൽ ടാസ്കിലും അതെ, എങ്ങനെയെങ്കിലും അനീഷിനെ തോൽപ്പിക്കണം, അനീഷിന് കോയിൻ കിട്ടാതിരിക്കണം, അത്രേ ഉള്ളൂ അവളുടെ ആഗ്രഹം. അതുപോലെ അനീഷിന്റെ ആ മറ്റേ കോയിനൊക്കെ എടുത്തിട്ട് ഓടിയുണ്ട്. ചോക്ലേറ്റിന്റെ എന്തോ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തിട്ട് ഇന്നലെ. വല്ലാതെ ഇറിറ്റേറ്റിംഗ് ഗെയിമാണിത്. ഇതിനെ ഒരു രസമായിട്ടല്ല തോന്നുന്നത്. ആ എല്ലാം എടുത്ത് വലിച്ചെറിയ, എന്താണ്, എന്ത് കളിയാണ്? ലാലേട്ടൻ പറയുമ്പോഴേക്കും വലിയത്. ലാലേട്ടൻ പറഞ്ഞത് ഇവളെ വീട്ടിൽ കയറ്റുന്നല്ല ഉദ്ദേശിച്ചത്. ഇവളെ വീട്ടിൽ കയറ്റി അവിടെ താമസിക്കുന്നല്ല. ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഇവരെങ്ങനെയോ ജീവിച്ചോട്ടെ, ആ അർത്ഥത്തിലാണ് ലാലേട്ടൻ പറഞ്ഞത്. അല്ലാതെ ഇവളെ ആദിലി നൂറിയും അവിടെ കൊണ്ട് സപ്രപഞ്ചത്ത് കൊണ്ടിരുത്തുന്നല്ല ലാലേട്ടൻ ഉദ്ദേശിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇതിനില്ല എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ. എന്നാലും ലാലേട്ടൻ ഒന്ന് ചോദിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് എന്തായാലും ഈ മറ്റേ സാറ്റർഡേ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന്, അനീഷ് ഒരു കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസിൽ എല്ലാവരും ഒരുപോലെയാണ്. അനീഷ് ഇപ്പോൾ ഒരു കോമണറായി വന്നു. ഇവളെന്ത് കാട്ടി കൂട്ടിയിട്ടപ്പോ ബിഗ് ബോസിൽ വന്നിരിക്കണത്? വലിയ എന്താ പറയുക, അത്രയും വലിയ ഇതൊന്നും അവൾക്കും ഇല്ലല്ലോ. അതുകൊണ്ട് ലാലേട്ടൻ എന്തായാലും ചോദിക്കണം. അതുപോലെ പ്രേക്ഷകർ എന്തായാലും ഇവളെ ഒന്ന് പുറത്തെത്തിക്കണം.